സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ഷാജി പാഷ കുടുംബമായിട്ടും അപ്പോൾ തന്നെ ഇന്ന് കൂടി വന്ന എല്ലാ ദൈവമക്കളോടൊപ്പമായിട്ടും, പ്രത്യേകിച്ച് എൻ്റെ അങ്കിൾ ആൻറ്റി, എൻ്റെ കസൻ ടിജോ, എല്ലാവരോടൊപ്പമായി എൻ്റെ മാതാവും പിതാവും ഒക്കെയുണ്ട്. എല്ലാവരോടൊപ്പമായി ഇന്ന് രാത്രി കാലം ദൈവത്തെ വീണ്ടും സ്തുതിക്കുവാനും ദൈവനാമത്തെ ഉയർത്തുവാനും ദൈവവചനം പഠിക്കുവാനും കർത്താവ് ഇടയാക്കുന്നതായ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും എൻ്റെ മകളും ഇവിടെ കൂടെ ഉണ്ട്. എന്നാൽ മീറ്റിംഗ് ഞങ്ങൾക്ക് ഇവിടുത്തെ ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് ഇതിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ഒരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് പകൽ മൊത്തം ജോലിയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഓൺലൈനിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവള് സാധാരണ ഒരു 8 മണിക്കൂർ സ്കൂളിൽ ജോലി എടുക്കുന്ന ടീച്ചറാണ്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ കാരണം ഏതാണ്ട് 12-13 മണിക്കൂറാണ് ഒരു ദിവസം അവൾ ജോലി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേർക്കും എൻ്റെ മോക്കും കൂടെ കൂടാൻ പറ്റിയില്ല. ഇന്നലെ വൈകിട്ട് അല്പനേരം രണ്ടുപേരും എൻ്റെ പുറകെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവവചനത്തിന് വീണ്ടും നമുക്ക് ചിന്തിക്കാം. മലയാളത്തിൽ ഒക്കെയും സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരും. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനപ്പുറം എന്തെങ്കിലും നമ്മൾ പറയുന്നിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് കാര്യം അതല്ലായിരിക്കും. എന്നാൽ പറഞ്ഞു വരുമ്പോൾ മനസ്സിലുള്ള എല്ലാം പറയാൻ സാധിക്കാതെ വരും. ഇന്നലെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ച ഭാഗമാണ് ആമേൻ, കണക്റ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ യേശുവിൽ വസിക്കണം, അല്ലെങ്കിൽ അബൈഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ മെയിൻ ടോപ്പിക്കിലാണ് നമ്മൾ പല കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ വിഷയമാണ് ഞാൻ ആദ്യം എടുത്ത് സംസാരിച്ചത്. ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തി, ക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങിയത്. ഇന്ന് അതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ ആഴമായി കുറച്ചുകൂടെ മുന്നോട്ട് പോയി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അനുയായികൾ, ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഞാൻ പലപ്പോഴും വചനം സംസാരിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഭാഗങ്ങൾ മിക്കയെല്ലാം ഒരു ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ബാക്കി എല്ലാ വിഷയങ്ങളിൽ നമുക്ക് ടോപ്പിക്സും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പല നമുക്ക് കിട്ടാറുണ്ട്, പല പ്രസംഗങ്ങളും കാര്യങ്ങൾ കിട്ടാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ മെസ്സേജുകൾ കേൾക്കുന്നെങ്കിലും പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഉപവാസവും പ്രാർത്ഥനയെ കുറിച്ചും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഉപവാസം എന്താണെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടാണ് അതിൽ ആസ്പദമാക്കി വചനത്തിലേക്ക് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ഉപവാസവും അതിനൊപ്പമായുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു വാക്ക് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് വളരെ പ്രൗഡായിട്ട്, ഞാൻ ഐ ആം എ ക്രിസ്ത്യൻ, അല്ലെ, ഐ ആം എ ക്രിസ്ത്യൻ. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഫില്ലപ്പ് ചെയ്യുമ്പോൾ റിലീജിയൻ എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ തന്നെ ക്രിസ്ത്യൻ നമ്മൾ എഴുതാറുണ്ട്. എന്നാൽ പ്രസംഗങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഈ മെസ്സേജിലൊക്കെയും പല ദേവദാസന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അതൊരു മതമല്ല, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ. എന്നാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ നമുക്ക് വേറെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല, ക്രിസ്ത്യൻ തന്നെ. വാട്ട് ഈസ് യുവർ റിലീജിയൻ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ എന്ന് തന്നെ നമുക്ക് എഴുതേണ്ടി വരുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ. ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അല്പം പഠിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ സെക്യുലറായിട്ട് ഞാനൊന്ന് പഠിച്ചപ്പോൾ, സെക്യുലറായിട്ടുള്ള കാര്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയൻ ആയിട്ടാണ് ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടർ ജീസസ് ക്രൈസ്റ്റ്. ഞാനിത് ചിന്തിച്ചപ്പോൾ എന്നെ വളരെയധികമായി വേദനിപ്പിച്ചു. ഐ വാസ് റിയലി ഹേർട്ട്. കാരണം ജീസസ് ഇസ് നോട്ട് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു മതം തുടങ്ങുവാനോ അല്ല ഈ ഭൂമിയിൽ വന്നത്. ഇതൊരു തെറ്റിദ്ധാരണയാണ് പലരുടെയും മനസ്സിൽ കിടക്കുന്നത്. ഇത് കാരണമാണ് ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ക്രിസ്ത്യൻസിനെ അവർ പേഴ്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പറയുന്ന ഒരു വാക്കാണ് പരിവർത്തൻ. മതം പരിവർത്തിച്ച് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യനായി തീരുന്നു,
ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യനായി തീർന്നു. തന്റെ റിലീജിയൻ താൻ ചേഞ്ച് ചെയ്യുന്നു. താൻ ഹിന്ദുയിസം വിട്ടിട്ട് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം സ്വീകരിക്കുന്നു. ഒരു കൺവേർഷൻ ആണ് നടക്കുന്നതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് കൺവേർഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. തന്റെ മനസ്സിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ യുവർ മൈൻഡ്, ബി റിന്യൂഡ് ഇൻ യുവർ മൈൻഡ്. മതമല്ല മാറ്റുന്നത്, നമ്മുടെ ചിന്തകൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോൾ ആ പഴയ വ്യക്തി മരിപ്പിച്ച് അടക്കി ഞാൻ പുതുതായി വീണ്ടും ജനിക്കുന്നു. ഐ ആം കംപ്ലീറ്റ്ലി എ ന്യൂ പേഴ്സൺ. ഞാൻ എൻ്റെ പേര് മാറ്റുമല്ല. ഞാൻ കൃഷ്ണനായിരുന്നു, ഞാൻ മുഹമ്മദ് ആയിരുന്നു, ഇപ്പോൾ ഞാൻ ജോൺ ആയി, മാത്യു ആയി. അങ്ങനല്ല. എൻ്റെ പേര് ഏതുമായിക്കോട്ടെ, ഞാൻ ഹിന്ദുവോ മുസൽമാൻ എന്തുമായിക്കോട്ടെ, അതിലല്ല പ്രസക്തി. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻസ് എന്താണ്? എൻ്റെ മനസ്സിൽ റിന്യൂവിങ് നടന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പദമാണ് റീജനറേഷൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ മനുഷ്യനെ പൂർണ്ണമായി മരിപ്പിച്ച് അവനെ അടക്കി ഞാനൊരു പുതു സൃഷ്ടിയായി ജനിക്കുന്നു. ഈ പുതു സൃഷ്ടിയാണ് ദൈവത്തിന്റെ പൈതൽ, എ ചൈൽഡ് ഓഫ് ഗാഡ്. അപ്പോൾ വചനം ബൈബിൾ മുഴുവനെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മളെ തന്റെ മകനായി, മകളായി, മക്കളായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. ക്രിസ്ത്യൻ അല്ല. ഒരിക്കലും നമ്മൾ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. When God looks at us, when God sees us, God does not see us as Christians. അങ്ങനെ ഒരു പദം ദൈവത്തിന്റെ മനസ്സിൽ ഇല്ല. യേശു ക്രിസ്തു ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കാനോ അല്ല വന്നത്. യേശു ക്രിസ്തുവിനോട് പലരും ചോദിച്ചു, എപ്പോഴാണ് എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കുന്നത്? എപ്പോഴാണ് റോമൻ ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നീ തകർത്തിട്ട് പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം നീ സ്ഥാപിക്കുന്നത് എപ്പോഴാണൊക്കെ ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത്, ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവ രാജ്യം അത് നിങ്ങൾ കാണുന്നത് പോലെ അല്ല. ആമേൻ. അല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല. അതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയ വിഷയമാണ്. ഇന്നും അന്നത്തെ യഹൂദന്മാരെ പോലെ പലരും ഇതെല്ലാം ഫിസിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതെല്ലാം സ്പിരിച്വൽ ആണ്, ഇതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്. ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഞാൻ കേട്ട പിന്നൊരു വിഷയമാണ് അഭിഷേകം. അഭിഷേകം പ്രാപിച്ചോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആരും ചോദിക്കാറില്ല, കാരണം പാസ്റ്റർ അല്ലേ, പാസ്റ്ററോടെ ചോദിക്കുന്നത്. പാസ്റ്ററിന്റെ ഡിഫോൾട്ടായിട്ട് അഭിഷേകമുള്ള വ്യക്തി ആയിരിക്കുമല്ലോ. സത്യം പറയാം, പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊന്നും അഭിഷേകം പ്രാപിക്കണം നിർബന്ധമൊന്നും ഇല്ല. എത്രയോ പാസ്റ്റർമാർ ഇവിടെ ചുറ്റുമുണ്ട്. ഇവരൊക്കെ അഭിഷേകം പ്രാപിച്ചതാ? നോ. ഈ അഭിഷേകം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇതെന്താണ് ഈ അഭിഷേകം പ്രാപിക്കുന്നത്? പിന്നെ മനസ്സിലായത്, കുറച്ചുകൂടെ പ്രായമായപ്പോൾ മനസ്സിലായി, ഈ അഭിഷേകം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യമാ, നീ അന്യഭാഷ പറയുമോ? അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ ഈ വചനം വായിക്കുമ്പോഴും ഈ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്ന പല കാര്യങ്ങളിൽ ഒരു കണക്ഷൻ ഇല്ല. എവിടെയോ ചില ഡിസ്കണക്ഷൻ ഉണ്ട്. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി, ഈ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കഴിവ് കൊണ്ട് ഞാൻ പ്രാപിക്കുകയല്ല. ഞാൻ 2 പാട്ടൊക്കെ പാടി, കൈയൊക്കെ കൊട്ടി, ഒരു ഉപവാസമൊക്കെ എടുത്ത്, ഒന്ന് പാപം ഇന്നത് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ അങ്ങ് ദൈവം അങ്ങ് തരും. നോ. സ്പിരിച്വൽ ഗിഫ്റ്റ്, അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ്, ആത്മീയ ഒരു വരമാണ്, അതൊരു ഗിഫ്റ്റാ. ദൈവം ആഗ്രഹിച്ചാൽ നമുക്ക് നൽകി തരും. ദൈവത്തിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നൽകി തരും. നമുക്ക് ചോദിക്കാം. പക്ഷെ പ്രാപിച്ചോന്ന് ചോദിച്ചാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ വിശുദ്ധിയും കൊണ്ട്, എന്റെ നീതീകരണം കൊണ്ട്, ഞാൻ നീതിമാനായത് കൊണ്ട് നീ പ്രാപിച്ചോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രാപിക്കാത്തവനൊക്കെ നരകത്തിൽ പോവും, പ്രാപിച്ചവനൊക്കെ വാ വെരി ഗുഡ്. ഇനിയും അവൻ പറയുന്നത് എന്തായിരിക്കും? അന്യഭാഷ. ഈ അന്യഭാഷ കൂടെ ഞാൻ കുറെ കൂടെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇതിനൊന്നും ഒരു ഇന്റർപ്രിട്ടേഷൻ ഇല്ല. ആരൊക്കെയോ ഏതൊക്കെയോ ഭാഷ പറയുന്നു, ഇതിനൊരു ഇന്റർപ്രിട്ടേഷനും ഇല്ല. പിന്നെ ഞാൻ വചനം ആഴമായി പഠിച്ചപ്പോൾ പല കാര്യത്തിൽ ഒരു ചേർച്ചയില്ല. there is no connection. ഒരു പാരമ്പര്യമായിട്ട് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നു, പക്ഷെ ഒരു കണക്ഷൻ ഇല്ല.
ജാതികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചിൽ വരുന്ന ഒരു ബംഗാളി പയ്യൻ, അദ്ദേഹം ഹിന്ദുവാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹം യേശുവിനെ മനസ്സിലാക്കി ചർച്ചിൽ വരുന്ന സമയത്ത് എന്റെ കൂട്ടായ്മ തന്നെ നമ്മൾ പറയുന്ന പോലെ അഭിഷേകമൊക്കെ പ്രാപിച്ച് വളരെ ആത്മീയകാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനോട് വന്ന് ഇദ്ദേഹം ചോദിച്ചു, ഈ പറയുന്ന പല കാര്യങ്ങളും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ റിയലി ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? കേട്ട നമ്മുടെ ആ ചെറുപ്പക്കാരൻ, ഏത് ഞാൻ പറഞ്ഞ പോലെ ഈ അഭിഷേകം പ്രാപിച്ച് വളരെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എല്ലാം കൊണ്ട് തികഞ്ഞവനായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇവന്റെ ചോദ്യത്തിന് മുന്നിൽ താൻ കൊടുക്കാൻ മറുപടിയില്ല. കാരണം എന്താണ്? പാരമ്പര്യമായിട്ടെല്ലാം പഠിച്ചു വെച്ചേക്കുക, വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തറിയാം? അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, യു സ്റ്റുപ്പിഡ് ഫെലോ, യു ഗോ ഫ്രം ഹിയർ. ഒറ്റ വായിൽ തീർത്തു, യു സ്റ്റുപ്പിഡ് ഫെലോ, യു ഗോ ഫ്രം ഹിയർ. ഇദ്ദേഹം എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അറിവിലായ്മ, യു പ്ലീസ് ഫർഗീവ്, ക്ഷമിച്ചേര്, കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നത്, പലതും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. 4 ചുവരത്തിനുള്ളിൽ, ബിറ്റ്വീൻ 4 വാൾസ്, നമുക്ക് മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങോട്ടും ഒക്കെയും പാരമ്പര്യം പറഞ്ഞ് എങ്ങനെയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അന്ന് അനുഭവിക്കണം. 2 വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ആമേൻ. ഞാൻ എന്റെ വിഷയത്തിന്റെ കുറച്ച് ആളുകളിലേക്ക് ഇറങ്ങട്ടെ. ക്രിസ്ത്യൻ എന്നുള്ളൊരു ഭാഗം, ഈ ഒരു പദം വേദപുസ്തകത്തിൽ വെറും 3 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു, പുതിയ നിയമം നിറച്ചും ക്രിസ്ത്യൻ 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 അങ്ങനെ എല്ലാം നിറഞ്ഞ് ക്രിസ്ത്യൻ എന്നുള്ളൊരു വാക്ക് കണ്ടിരിക്കും. പക്ഷെ ഓടിച്ച് വായിച്ച് നോക്കി തപ്പിയൊക്കെ നോക്കിയപ്പോൾ അവസാനം മനസ്സിലാക്കി, പുതിയ നിയമത്തിൽ ബൈബിൾ ഫുൾ നോക്കി, അതിനകത്ത് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ എന്നുള്ള ഒരു വാക്ക്. അത് 3 പ്രാവശ്യമേ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. യേശു ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെയാണ് ഉപയോഗിച്ചത്? പെട്ടെന്ന് ചിന്തിക്കാം. അന്ത്യോക്യയിൽ, അന്ത്യോക്യയിൽ യേശുവിന്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് അന്ത്യോക്യയിലുള്ള ആൾക്കാർ ഈ ശിഷ്യന്മാരെ കണ്ടിട്ട് പറഞ്ഞു, ഇവർ യേശുവിനെ പോലെയാണല്ലോ ജീവിക്കുന്നത്, അവരെ യേശുവിന്റെ ഫോളോവേഴ്സ് എന്നറിഞ്ഞിട്ട് അവരെ ക്രിസ്ത്യൻസ്, ക്രിസ്തോസിന്റെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ എന്നുള്ളൊരു പദമിട്ടു. അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൽ അവിടെ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുന്നത് എങ്ങനെയാണ്? നീ എന്നെയും ഒരു ക്രിസ്ത്യൻ ആക്കാൻ നീ ശ്രമിക്കുവാണോ? അതാണ് 2ാമത്തെ പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം 1 പത്രോസ് 4:16 പത്രോസ് ക്രിസ്ത്യൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യമേ ഉള്ളൂ. യേശു എങ്ങും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യൻ എന്നുള്ള ഒരു പദം അല്ലെങ്കിൽ ആ ഒരു പേര് അത് ദൈവത്താൽ വന്നതല്ല, അത് മനുഷ്യ ചിന്തയിൽ വന്ന ഒരു പദമാണ് ക്രിസ്ത്യൻ. അപ്പൊ ആ പദം കണ്ടിന്യൂ യൂസ് ചെയ്ത് യേശുവിന്റെ ഫോളോവേഴ്സ് എല്ലാം ഇന്ന് ലോകം എല്ലാം അംഗീകരിക്കുന്നത് ക്രിസ്ത്യൻ. പക്ഷെ പിന്നെ ഇപ്പോൾ ചില വർഷങ്ങളായിട്ട് ഞാൻ കേട്ടൊരു വാക്കാണ് ട്രൂ ക്രിസ്ത്യൻ, റിയൽ ക്രിസ്ത്യൻ, നോമിനൽ ക്രിസ്ത്യൻ. ഇതിപ്പോ പിന്നെ കുറച്ചുകൂടെ ആയല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പം നോൺ ക്രിസ്ത്യൻ അങ്ങനെ ഒരു പദം വരും. ദി ക്രിസ്ത്യൻ, യെസ് ഐ എം എ ക്രിസ്ത്യൻ ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ്. പിന്നെന്താ? അപ്പോൾ ഇനി അങ്ങനെയൊക്കെ പുതിയ വാക്കുകളൊക്കെ വന്നെന്നിരിക്കും. നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? വചനത്തിൽ നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവമക്കള്, we are called as children of God. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ പദം ഏറ്റവും ബെസ്റ്റ്. ക്രിസ്ത്യൻ എന്ന് വിളിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ദൈവമക്കൾ, അതാണ് കുറച്ചുകൂടി നമുക്ക് ചേരുന്നത്. നമ്മൾ ആരുടെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളാണ്. അത് ട്രൂ ക്രിസ്ത്യൻ ആണോ, നോമിനൽ ക്രിസ്ത്യൻ ആണോ, നോൺ ക്രിസ്ത്യൻ ആണോ, ഹാഫ് ക്രിസ്ത്യൻ ആണോ, ഫുൾ ക്രിസ്ത്യൻ ആണോ ഒന്നും ചിന്തിക്കണ്ട. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ആമേൻ. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്, നീ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും. നോ, അങ്ങനെ ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ല. നീ ക്രിസ്ത്യൻ ആണെങ്കിൽ നിനക്ക് ഇറ്റേണൽ ലൈഫ് ഞാൻ തരാം, അങ്ങനെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ദൈവ പൈതലാണെങ്കിൽ നിനക്ക് സ്വർഗം ഉണ്ട്. The children of God, അവർക്കാണ് സ്വർഗം. ക്രിസ്ത്യൻ എല്ലാവരും പേരിടാം.
പക്ഷെ ദൈവ പൈതൽ എന്നുള്ള പേര് ദൈവത്തിന് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ. എന്റെ പിതാവ് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ പേര് KT ജോൺ. എന്റെ പിതാവ് എന്നെ മോനെ എന്ന് വിളിക്കും. കാരണം എന്താ? ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഒരു പിതാവിന് മാത്രമേ എന്നെ എന്റെ മോനെ എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. പല പിതാക്കന്മാർ ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാവരുടെ മകനല്ല ഞാൻ. ഒരു പിതാവിന്റെ മകനാണ്. ആ പിതാവാണ് എനിക്ക് വാല്യൂ വിട്ടേക്കുന്നത്. ഇദ്ദേഹം എന്റെ മകൻ. ഇന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ മകൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഹല്ലേലൂയ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാലും ദൈവം എന്നെ മകൻ എന്ന് കണക്കാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗമില്ല. കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊക്കെയും ക്രിസ്ത്യൻ ആണ്, ഞാൻ ക്രിസ്ത്യൻ ആണെന്നൊക്കെ പേരിടാം. അതൊക്കെ നോ പ്രോബ്ലം. മാത്യു എന്നും മാർക്ക് എന്നും ഒക്കെ പേരിട്ടോ, വെരി ഗുഡ്. ലോകത്തിന്റെ മുൻപാകെ നീ ഒരു ക്രിസ്ത്യനാ. പക്ഷെ നിന്നെ ദൈവം മകനെ മകളെ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല, നമുക്ക് സ്വർഗമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം, ഞാൻ ദൈവത്തിന്റെ പൈതലാണോ? ഞാൻ ക്രിസ്ത്യൻ ആണോ എന്നല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ആക്റ്റീവ് ക്രിസ്ത്യൻ. നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ വേണ്ടി, ആക്റ്റീവ് ക്രിസ്ത്യൻ, യേശുവിന്റെ ഒരു ശിഷ്യൻ, യേശുവിന്റെ ഒരു അനുയായി, an ആക്റ്റീവ് ക്രിസ്ത്യൻ. ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ്, ഞാൻ ആക്റ്റീവായിട്ടിരിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ ആക്റ്റീവ് എങ്ങനെയൊക്കെ ആകുന്നത് അതാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 പോയിന്റ്സ് നമ്മൾ ദൈവമക്കളുടെ മുന്നിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഫസ്റ്റ്, ഐ ആം ഓൾവേസ് അറ്റ് വാർ. ഞാൻ എപ്പോഴും യുദ്ധത്തിലായിരിക്കും. ഐ ആം ഓൾവേസ് അറ്റ് വാർ. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നമ്മൾ അങ്ങനെ നമ്മൾ വിളിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും യുദ്ധത്തിലായിരിക്കും. എപ്പോഴാണ് നമ്മൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ മറുപടി ഇങ്ങനെയാണ്: യേശുവിനെ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ നിമിഷം നമ്മൾ യുദ്ധക്കളത്തിലായി തീർന്നു. ബൈ ഡിഫോൾട്ട് യു ആർ ഓൾറെഡി ഇൻ വാർഫെയർ. കാരണം എന്താണ്? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രു ആരാണ്? പിശാചായി തീർന്നു. അപ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ ശത്രു പിശാചാണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മളൊരു യുദ്ധക്കളത്തിലാണ്, നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാസ്പദമാക്കി ചില ഭാഗങ്ങൾ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12. എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12. അതോടൊപ്പമായി 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8 and 9. ഈ 2 ഭാഗം വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-9. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8 and 9. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. ആമേൻ. താങ്ക് യു ആലിസ് ആന്റി. ആമേൻ. ഈ 2 ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് എനിക്ക് വ്യക്തമാകുന്നത് ഒരു ദൈവ പൈതൽ തൻ്റെ ആയ ഉത്തരവാദിത്വം എന്താണ്, തന്നെ ഡിഫൈൻ ചെയ്യുന്നത്, തൻ്റെ ഐഡന്റിറ്റി എന്താണ്. ആമേൻ. ഒരു ദൈവ പൈതൽ ഒരു യോദ്ധാവാണ്, ഒരു ദൈവ പൈതൽ ഒരു സോൾജർ ആണ്. താൻ എപ്പോഴും യുദ്ധക്കളത്തിൽ നിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആദ്യമായി ഞാൻ പറഞ്ഞത്, ഐ ആം ഓൾവേസ് അറ്റ് വാർ. ഞാൻ എപ്പോഴും യുദ്ധത്തിലാണ്. ആമേൻ. ഞാൻ യുദ്ധം ചെയ്യുന്ന ആരോടാണ്? എൻ്റെ രക്തബന്ധങ്ങളോടല്ല, ഞാൻ കാണുന്ന ഈ മനുഷ്യരക്തങ്ങളോടല്ല. ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടാണ്? ശത്രു. ഈ ശത്രു ആരാണ്? പിശാചാണ്. അവൻ എന്റെ ചുറ്റും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. He is always roaming around me. ഒരു നിമിഷം പോലും അവൻ വിശ്രമിക്കുന്നില്ല. ഒരു നിമിഷം പോലും അവൻ വിശ്രമിക്കുന്നില്ല. He is looking for an opportunity. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, എങ്ങനെയും എന്റെ വിശ്വാസം തകർക്കുവാൻ. ഇതിനാസ്പദമാക്കി ചില എക്സാമ്പിൾസ് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം.
ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊന്നും എടുക്കണ്ട, കാരണം സമയമില്ല. 2 സാമുവേൽ ചാപ്റ്റർ 11, 2 ശമൂവേൽ അതിന്റെ 11-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജാക്കന്മാരൊക്കെയും യുദ്ധങ്ങൾ പോയപ്പോൾ ദാവീദ് രാജാവ് എന്ത് ചെയ്തു? തന്റെ സൈന്യത്തെ പറഞ്ഞു വിട്ടു. പക്ഷെ ദാവീദ് രാജാവ് വിശ്രമിച്ചു. യുദ്ധത്തിൽ പോകേണ്ടിയ രാജാവ് എന്താ ചെയ്തത്? വിശ്രമിക്കുവാൻ. ഹി ടുക്ക് സം റെസ്റ്റ്. അതിന് സംഭവിച്ച എന്താ? റിസൾട്ട് എന്തായിരുന്നു? പാപം ഇടയായിത്തീർന്നു. ബത്ശേബയിൽ കൂടെ പാപം ഇടയായിത്തീർന്നു. ആമേൻ. താൻ ചെയ്ത പാപം കാരണം എന്താണ്? Why did he commit this mistake? യുദ്ധത്തിന് പോകണമായിരുന്നു, എന്നാൽ യുദ്ധത്തിന് പോകാതെ താൻ വിശ്രമിച്ചത് കൊണ്ട് പാപം ഇടയായിത്തീർന്നു. ദൈവമക്കളെ, we are always called to be at war. എപ്പോഴും നമ്മൾ യുദ്ധത്തിലായിരിക്കേണ്ടവരാണ്. വിശ്രമിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പിശാച് നമ്മളെ വീഴ്ത്തും. Amen. The devil is looking around to destroy your faith. നിന്നെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തുവാൻ അവൻ നോക്കിയിരിക്കുക. വിശ്രമിക്കുവാൻ നമുക്ക് നേരമില്ല. This is not time to take rest. എപ്പോഴും അവൻ പല രീതികളിലാണ് നമ്മളെതിരെ കടന്നു വരുന്നത്. In many ways അവന്റെ കയ്യിൽ പല പദ്ധതികളുണ്ട് നമ്മളെ വീഴ്ത്തുവാൻ. അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. മമ്മി പ്രാർത്ഥിച്ചോട്ടെ, പപ്പ പ്രാർത്ഥിച്ചോട്ടെ, ഭാര്യ പ്രാർത്ഥിച്ചോട്ടെ, ഭർത്താവ് പ്രാർത്ഥിച്ചോട്ടെ, പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ. No, you are called to be at war at all times. ആരെ ഏൽപ്പിക്കാനല്ല, മറ്റവരെ ഏൽപ്പിച്ച് സഭ പ്രാർത്ഥിക്കട്ടെ. നോ, നിനക്ക് ജയിക്കണമെങ്കിൽ നീ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കണം. ആമേൻ. ഒരു ദൈവ പൈതൽ എപ്പോഴും യുദ്ധത്തിലായിരിക്കും. ആമേൻ. ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കാം. ദാനിയേലിനെ എങ്ങനെയും നശിപ്പിക്കുവാൻ തന്റെ കൂടെ ജോലി എടുക്കുന്നവർ ശ്രമിച്ചു. അവർ കണ്ടെത്തി എന്താണ്? ദാനിയേലിന്റെ വിശ്വാസം. ദാനിയേൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇവരാരും പ്രാർത്ഥിക്കാറില്ല. He does not pray to anybody else. തന്റെ ദൈവത്തിനോട് മാത്രം ദാനിയേൽ പ്രാർത്ഥിക്കും. ഇതായിരുന്നു അവർക്ക് കണ്ടെത്തിയ ഒരു കുറ്റം. ഈ കുറ്റം കണ്ടെത്തിയിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾക്ക് അറിയാം. അവര് രാജാവോട് എന്ന് പറയുന്നു, രാജാവേ, ദാനിയേൽ അങ്ങയെയല്ല ആരാധിക്കുന്നത്, അങ്ങയോടല്ല പ്രാർത്ഥിക്കുന്നത്, തന്റെ ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെയും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ദാനിയേലിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ദാനിയേൽ ഇതെല്ലാം അറിഞ്ഞു. തന്റെ പിന്നിൽ തന്നെ നശിപ്പിക്കുവാനും തന്നെ ഇല്ലാതാക്കുവാനും തന്റെ ചുറ്റും ശത്രു എല്ലാ വിധമായ പദ്ധതി റെഡിയാക്കുന്നു. പക്ഷെ ദാനിയേൽ എന്താ ചെയ്തത്? തന്റെ പ്രാർത്ഥനയിൽ നിന്ന് താൻ മാറിയില്ല. ഹല്ലേലൂയ. ഓക്കെ, ഡാനിയേൽ വിചാരിച്ചാണ്, ഞാൻ ആദ്യം രാജാവിനെ എടുത്തു നിന്നിട്ട് എന്റെ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താം, അല്ലെ? രാജാവ്, സത്യം പറയാം, എനിക്ക് നിങ്ങൾ ഭയങ്കര ബഹുമാനമുണ്ട്, ഞാൻ അങ്ങ് വലിയ സ്നേഹിക്കുന്നു. അതൊന്നും ഡാനിയേൽ പറയാൻ പോയിട്ടില്ല. വചനം വായിച്ചാൽ ഡാനിയേൽ ചാപ്റ്റർ 6, 6-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്, ദാനിയേൽ എപ്പോഴും ചെയ്തതുപോലെ തന്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഈ പ്രാർത്ഥനയാണ്, ഹല്ലേലൂയ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷപ്പെടുത്തിയത്. ദൈവമക്കളെ, പിശാച് നിന്നെ നശിപ്പിക്കുവാൻ പല പദ്ധതികൾ തയ്യാറാക്കും. എന്നാൽ ദൈവ പൈതൽ എപ്പോഴും യുദ്ധക്കളത്തിനാണെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഏത് നിമിഷവും അവൻ നിന്നെ തകർക്കുവാൻ അവൻ ആഗ്രഹിക്കും. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയൊക്കെ വെറും 3 ദിവസം 2 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല. ഉപവാസം 2 ദിവസം ആയാലും നീ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പുതിയ നിയമം പഠിപ്പിക്കുന്നു, നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Keep praying all the time. മുസ്ലിംസ് അവർ 5 നേരം നമസ്കരിക്കും. യഹൂദന്മാര് 3 വട്ടം അവർ പ്രാർത്ഥിക്കും. ദൈവ പൈതലോ 3 വട്ടം കിടന്ന് ഉറങ്ങും, അല്ലേ? അല്ല, ആ വചനം പഠിപ്പിക്കുന്നത് ദൈവ പൈതൽ എന്താണ്? എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയാൻ എന്തുവാ? പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണം. ദൈവത്തോടുള്ള ബന്ധം, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ബി കണക്റ്റഡ് ടു ജീസസ്. ദൈവത്തോടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. മുന്നോട്ട് നോക്കാം. ആമേൻ. ഹല്ലേലൂയ. ബി അലേർട്ട്. അവിടെ വായിച്ച ഒരു വേറെ ഭാഗമാണ്, നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കണം. നമ്മൾ യുദ്ധത്തിലായിരിക്കുമ്പോൾ വളരെ അലേർട്ട് ആയിട്ടിരിക്കണം. ബി ഓൾവേസ് അലേർട്ട്. ശത്രു ഏത് വഴിയിൽ നിന്ന് നമുക്ക് അറിയത്തില്ല. ഒരിക്കലും ശത്രു നമ്മളെ ഫോൺ വിളിച്ചിട്ട് പറയും, ജോൺസി, ഞാൻ ഈ വഴി കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നത്, അവിടെ നീ റെഡി ആയിരിക്കണം. പറയാറില്ല. അവൻ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ചാടി പാഞ്ഞു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്താണ് അവൻ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബി അലേർട്ട്. ഓൾവേസ് ബി അലേർട്ട്. ഉറങ്ങിയിരിക്കാൻ നേരമില്ല. ഒരു ക്രിസ്ത്യ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എപ്പോഴും ഉണർന്നിരിക്കണം. യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു,
മക്കളെ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, പക്ഷെ എങ്ങനെയാണെന്നറിയോ? ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? പരീക്ഷയിൽ അകപ്പെട്ടു. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. പിന്നെ എന്തിനാണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ നീ ഉണർന്നിരുന്നെങ്കിൽ മാത്രമേ നിന്റെ എതിരെ വരുന്ന ശത്രുവിനെ നീ മനസ്സിലാക്കി നിനക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ലെറ്റ് മീ എൻഡ് മൈ വേർഡ്സ് ഹിയർ. ഫസ്റ്റ് പോയിന്റ്, വി ആർ ഓൾവേസ് അറ്റ് വാർ. എപ്പോഴും നമ്മൾ യുദ്ധക്കളത്തിലാണ്. പല രീതിയിലാണ് പിശാച് നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഭാര്യയിൽ കൂടെ ആയിരിക്കും, ഭർത്താവിൽ കൂടെ ആയിരിക്കും, ചിലപ്പം മക്കളെ കൂടെ ആയിരിക്കും. അവരല്ല നമ്മുടെ ശത്രു, അവരിൽ കൂടെ ചിലപ്പോൾ പാസ്റ്റർ ആയിരിക്കും, ചിലപ്പം നമ്മുടെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ വിശ്വാസി ആയിരിക്കും. പല രീതിയില്ല. അവർ അറിഞ്ഞുകൊണ്ടല്ല നമ്മളോട് യുദ്ധം ചെയ്യുന്നത്, അവർ അറിയുന്നില്ല. അവരുടെ വാക്കുകളിൽ കൂടെ, അവരുടെ പ്രവൃത്തികളിൽ കൂടെ പിശാച് നമ്മളെ എങ്ങനെയും കോപിപ്പിക്കും, നമ്മളെ എങ്ങനെയും ശല്യം ചെയ്യും, നമ്മളെ എങ്ങനെയും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കും. നമ്മൾ അവരോടല്ല യുദ്ധം ചെയ്യേണ്ടത്. ഇന്ന് എല്ലാ സഭകളിലും നടക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം. എന്താ? കമ്മിറ്റി മെമ്പേഴ്സും പാസ്റ്ററുമായിട്ട്, അല്ലെങ്കിൽ സഭവിശ്വാസികളും പാസ്റ്ററുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി യുദ്ധം. അതുകൊണ്ട് ആരാ ജയിച്ചിരിക്കുന്നത്? പിശാചിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവന്റെ അല്ലെങ്കിൽ അവന്റെ യുദ്ധക്കളത്തിൽ അവന് വേണ്ടി ആയുധമൊക്കെ ഇട്ടിട്ട് അവൻ സ്ഥലം വിട്ടു, അവന് അപ്പുറത്ത് പോയിരിക്കുക. നമ്മളിവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ശത്രുവാകുന്ന പിശാചിനോടാണ്. ഫൈറ്റ് വിത്ത് ദ ഡെവിൾ, not with your wife, not with your husband, not with your children, not with your pastor, not with your church members. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് പിശാചിനോടാണ്. അവനാണ് നമ്മുടെ ശത്രു. വാഴ്ചകളോടും ഹല്ലേലൂയ ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയോടുമാണ്. അത് മറന്നിട്ടാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യുദ്ധം ചെയ്യുന്നത്. സോ യു ആർ അറ്റ് വാർ. ദൈവ പൈതൽ എപ്പോഴും യുദ്ധക്കളത്തിലാണ്. രണ്ടാമതായി, ഒരു ദൈവ പൈതൽ അദ്ദേഹത്തിന് അടുത്ത അനുഭവം എന്താണ്? വിശ്വാസത്തിൽ താൻ ഉറച്ചു നിൽക്കും. ഐ സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. ആദ്യത്തെ പോയിന്റ്, ഐ ആം ഓൾവേസ് അറ്റ് വാർ. സെക്കൻഡ് പോയിന്റ്, ഐ സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കും. ഒരു ദൈവ പൈതൽ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാൻ ഇടയാകത്തില്ല. നെവർ പോസിബിൾ. ഞാൻ KT ജോണിന്റെ മകനാണ്. ഞാൻ എന്ത് ചെയ്താലും ഈ പദവി ഞാൻ എടുത്തു കളയാൻ സാധിക്കത്തില്ല. എന്റെ പേര് ജോൺസി ജോൺ അല്ല, വേറെ ജോൺസി തോമസ് ആക്കിയാലും ഞാൻ ജോണിന്റെ മകനാ. പേര് മാറ്റിയാലും, മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്താലും, എന്ത് ചെയ്താലും എന്റെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ ജോണിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവ പൈതലാണെങ്കിൽ എന്റെ ഐഡന്റിറ്റിക്ക് ഒരു മാറ്റം വരാൻ പാടില്ല. ദൈവ പൈതൽ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വീഴത്തില്ല. വീഴുന്നവനൊക്കെയും ദൈവ പൈതലല്ലായിരുന്നു. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെ പാസ്റ്ററെ, എങ്ങനെ ബ്രദറെ ഇവരൊക്കെ വിശ്വാസത്തിൽ വീണുപോയത്? സത്യം പറയാം, അവർ വിശ്വാസത്തിലേ അല്ലായിരുന്നു. They were never in faith. അതൊക്കെ ഒരു പ്രകടനമായിരുന്നു. It was only an acting. പുറമേയുള്ള ചില പ്രകടനം, അകമേ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ദൈവ പൈതൽ ഒരു കാരണവശാലും ആ പദവിയിൽ നിന്ന് വീഴത്തില്ല. കാരണം അവൻ ലഭിച്ച വിശ്വാസം അവൻ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. I will stand firm in faith. Amen. Shadrach, Meshach, Abednego ഇന്ന് നല്ല ഉദാഹരണമാണ്. അവരുടെ മുന്നിൽ ഒരു വലിയ ചാലഞ്ച്, അല്ലെ? ഒരു വലിയ ബിംബത്തെ പണിതിട്ട് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്, ഈ ബിംബത്തെ മുന്നിൽ നിങ്ങൾ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. അപ്പോൾ അവർ പിന്നെ ഒരു കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ വലിയൊരു തീയുടെ വലിയൊരു ഫേണസ് ഞാൻ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് 7 വട്ടം ഞാനത് ചൂടാക്കി വെച്ചേക്കുക, നിങ്ങളെ അവിടുത്തെ ഞാൻ നശിപ്പിക്കും. അപ്പോൾ ഈ 3 പേര് പറഞ്ഞ മറുപടിയാണ് എന്നെ ക്രിസ്തു ജീവിതത്തെ ഇന്നും ഉറപ്പിക്കുന്നത്. അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. ദൈവപൈതലേ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇനി ഈ വിഷയത്തിൽ ഇനി സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. എന്റെ ഐഡന്റിറ്റി ക്ലിയറാ. എനിക്കിനി എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കിന് നേരമില്ല. ഞാൻ വ്യക്തമായി പറയാം, ഈ തീയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം രക്ഷിച്ചില്ലെങ്കിലും, ഇഫ് അവർ ഗോഡ് ഡസ് നോട്ട് റെസ്ക്യൂ us, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അല്പം പോലും മാറ്റം സംഭവിക്കുകയില്ല. അതാണ് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. ഏത് അവസരം വന്നാലും,
ഏത് സിറ്റുവേഷൻ വന്നാലും വിശ്വാസത്തിൽ കുലുങ്ങാൻ പാടില്ല. നീ ജോലി സ്ഥലത്ത് ഒരു അല്പം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറുക്ക് വഴി കണ്ടെത്തരുത്. നിന്റെ വിശ്വാസം അവിടെയാണ് നീ തെളിയിക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. നീ എവിടെ കടന്നു പോയാലും, സഭായോഗത്തിനാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നിന്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഈ വിശ്വാസം എവിടെ നമ്മൾ പണിതിരിക്കുന്നത്? ക്രിസ്തുവാഗത പാറമേലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് കുലുങ്ങാൻ പാടില്ല. യോശുവ തന്റെ ജനത്തെ മൊത്തം നോക്കിയിട്ട്, ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനിത് പറയാനുള്ള കാരണം യോശുവയുടെ ഉറപ്പ്. ആമേൻ. നിങ്ങൾക്ക് എന്തും തിരഞ്ഞെടുക്കാം, ലോകം എന്തും തിരഞ്ഞെടുത്തോട്ടെ, ചർച്ച വരുന്ന മിസ്റ്റർ സോവൻസോ മിസ്സസ് സോവൻസോ എന്തും ചെയ്തോട്ടെ, നീ കുലുങ്ങാൻ പാടില്ല. അവരെ നോക്കി, ഇവരെ നോക്കി, അവളെ നോക്കി, ഇവനെ നോക്കി നീ കുലുങ്ങാൻ പാടില്ല. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ലോകത്തിൽ എന്തും സംഭവിച്ചോട്ടെ, ലോകം മുഴുവനും എന്ത് പ്രസംഗിച്ചാലും, നീ ഒറ്റയ്ക്ക് നിന്ന് നിൽക്കേണ്ടി വന്നാലും, നീ മനസ്സിലാക്കിയ ഈ സത്യം, അതിൽ നീ ഉറച്ചു നിൽക്കണം. We must stand firm in our faith, no matter who comes against you. ആരെതിരെ വന്നാലും, ഈ ലോകം മൊത്തം നിനക്കെതിരെ നിന്നാലും, നീ മറക്കരുത്, നിന്റെ കൂടെ യേശുവുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ. അവിടെ യേശു ഉപമ പറഞ്ഞു, ഒരു വൈസ് ആൻഡ് ഫൂളിഷ് ബിൽഡർ. ഈ ഫൂളിഷ് ആയിട്ടുള്ള വ്യക്തി, ആമേൻ, ഈ മൂടൻ തന്റെ ഭവനം പണിതപ്പോൾ അവൻ എന്താ ചെയ്തെന്ന് പറയുമ്പോ, അവൻ ഈ അടിസ്ഥാനം പണിയാൻ അധികം സമയം എടുത്തില്ല, പെട്ടെന്നൊക്കെ പണിത് തീർത്തു. പക്ഷേ ബുദ്ധിമാൻ എന്ത് ചെയ്തു? അധികം സമയം, അധികം പണം അടിസ്ഥാനം പണിയാനാണ് താൻ സമയം കണ്ടെത്തിയത്. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അടിസ്ഥാനം ഉറച്ചിരിക്കണം. നിന്റെ വിശ്വാസം ഉറച്ചിരിക്കണം. ആ അടിസ്ഥാനത്തിൽ പണിയുവാൻ നീ സമയം കണ്ടെത്തണം. ചുമ്മാ ഒരു സൺഡേ മീറ്റിംഗ്, ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു കോട്ടേജ് മീറ്റിംഗ് മാത്രം വന്നാൽ പോരാ. വ്യക്തിപരമായി അടിസ്ഥാനം പണിയുവാൻ സമയം കണ്ടെത്തണം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആ സമയം മാറ്റിവെക്കണം. ഹാവ് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് ഗാഡ്. ഭാര്യയുടെ പേരിലല്ല കണക്ഷൻ. ഭർത്താവോ, എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ അത് നോ. പേഴ്സണലായിട്ട്, വ്യക്തിപരമായി ദൈവമായിട്ടൊരു കണക്ഷൻ, ഒരു ഉറപ്പുണ്ടായിരിക്കണം. ആമേൻ. അതിനുവേണ്ടി സഭയോഗം മാത്രമല്ല, ഞാൻ തന്നെ സമയം കണ്ടെത്തി എന്റെ അടിസ്ഥാനം ഉറപ്പിക്കണം. അടിസ്ഥാനം ഉറച്ചു കഴിഞ്ഞാൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും എന്റെ വിശ്വാസം ഞാൻ പതറിപ്പോകത്തില്ല, പതറിപ്പോകത്തില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ആദ്യം തന്നെ അത് വായിച്ച് കേട്ടായിരുന്നു. റെസിസ്റ്റ് the devil. I will resist the devil. ഞാൻ ഹല്ലേലൂയ പിശാചിനെ എതിർക്കും. ഓടി പോകുവല്ല, പിശാച് ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് പോകുവല്ല. എതിരെ വരുന്ന ശത്രുവിനെ ഞാൻ നേരിടും. I will face my enemy. Amen. ഹല്ലേലൂയ. യുദ്ധകളത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത യുദ്ധം ചെയ്തത്. എന്നിട്ട് പരാജയം എന്ന് അറിയുമ്പോൾ ഒരു കൂട്ടർ ഓടി രക്ഷപ്പെടും. ശത്രു ഓടേണ്ടത് നീ അല്ല, നമ്മളല്ല ഓടേണ്ടത്, പിശാച ഓടേണ്ടത്. Amen. I will resist the devil. മൂന്നാമതായി ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ നമ്മൾ അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്, ഞാൻ പിശാചിനെ എതിരിടും. I will resist the devil. പലരും ചെയ്യുന്ന കാര്യമാണ് പിശാചിനോട് സംസാരം. ഹല്ലേലൂയ. ഒരു കോൺവെർസേഷൻ. എന്തുണ്ട്? സന്തോഷം, സന്തോഷമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഡിബേറ്റ് ചെയ്യും, പിന്നെ നീ പറയുന്നതാണോ ശരി, ഞാൻ പറഞ്ഞതാ ശരി. പിശാചിനോട് കോൺവെർസേഷൻ പാടില്ല, ഡിബേറ്റ് പാടില്ല, കോംപ്രമൈസും പാടില്ല. ഔവ അമ്മച്ചി പിശാച് ഒന്ന് നടക്കാൻ നടങ്ങിയപ്പോൾ ഔവ അമ്മച്ചി കണ്ടു. ഔവ അമ്മച്ചിയും പിശാചും കുറെ നേരം സംസാരിച്ച് അവസാനം പിശാചിന്റെ കാര്യം പിശാച് നേടി. ഔവ അറിഞ്ഞില്ല പാപം ചെയ്തത്, ആദാമും അറിഞ്ഞില്ല പാപം ചെയ്തത്. ദൈവമക്കളെ, അധികം സമയം അവനോട് സംസാരിക്കാനല്ല, അവനോട് എതിർക്കാനാണ്. യു ഗോട്ട് ടു റെസിസ്റ്റ് ദ ഡെവിൾ. അവൻ പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തരും. അവൾ പറഞ്ഞു നോ നോ നോ, ഇത് സത്യമല്ല, നീ ഇതല്ല, നോ, ഞാൻ ഇത് സമ്മതിക്കത്തില്ല. നമ്മൾ എതിർക്കണം. അവന്റെ എല്ലാ വാക്കുകളും അവന്റെ പ്രവൃത്തികളും നമ്മൾ എതിർക്കണം. നമ്മുടെ കുടുംബത്തെ എതിർക്കേണ്ടത്. ഹല്ലേലൂയ.
നമ്മുടെ സുഹൃത്തുക്കളെ എതിർക്കേണ്ടത്, നമ്മൾ എതിർക്കേണ്ടത് ശത്രുവിനെയാണ്. ആമേൻ, ഹല്ലേലൂയ. അത് പറയുക അവാർഡ്. രണ്ടാമത് എബ്രഹാമിന്റെ കാര്യം. എബ്രഹാം ആരായിരുന്നു? ദൈവത്തിന്റെ സുഹൃത്ത്, എ ഫ്രണ്ട് ഓഫ് ഗാഡ്. പക്ഷേ സാറാമ്മച്ചി വന്ന് എബ്രഹാമിനോട് പറഞ്ഞു, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എന്ത്, ദൈവം നമുക്കൊരു മകനെ തരാന്ന് പറഞ്ഞു. അത് ഇതുവരെ നടന്നിട്ടില്ല. അത് ഒരു കാര്യം ചെയ്യാം, ഹാഗാറിനെ എടുത്തു. എബ്രഹാം ഭാര്യയുടെ വാക്ക് കേൾക്കാൻ പോയി. എന്ത് സംഭവിച്ചു? പാപം സംഭവിച്ചു. ആമേൻ. പിശാച് പല രീതിയിലാ. ഇവിടെ ഭാര്യയെ താഴ്ത്തി പറയുമല്ല, ഭർത്താവ് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ആമേൻ, നമ്മൾ ഒരു കാര്യം വിവേചിച്ചറിയണം. We must interpret it. We must understand it. Hallelujah. അത് മനസ്സിലാക്കണം. ഇത് ആരാ പറയുന്നത്? ദൈവത്തിന്റെ ശബ്ദമാണോ? ഇത് പിശാചിൽ നിന്നാണോ? യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ ജോലി ചെയ്യുക. നമ്മളൊക്കെയും ജോലി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ജോലി സ്ഥലത്ത് പലവിധമായ ഹല്ലേലൂയ ടെംപ്ടേഷൻ വരാറുണ്ട്. പാപം ചെയ്യുവാൻ പല അവസരങ്ങൾ വരും. പോത്തിഫറിന്റെ ഭാര്യ പല പ്രാവശ്യം വന്നു. ആരും ഇല്ലെന്നേ, ആരും കാണത്തില്ലെന്ന്, ആരോടും പറയണ്ടെന്ന് ഒക്കെ പറഞ്ഞു. പക്ഷെ യോസേഫ് എന്താ പറഞ്ഞത്? നിന്നെ സംബന്ധിച്ചോളം ഇവിടെ ആരുമില്ല, എന്നെ സംബന്ധിച്ചോളം എന്റെ ദൈവം ഇവിടെ ഉണ്ട്. ആമേൻ. പിശാചിനോട് നമ്മൾ എതിർക്കേണ്ടത് ദൈവത്തിനൊപ്പമായിട്ടില്ല. ഒറ്റയ്ക്ക് പോണ്ട, ഒറ്റയ്ക്ക് ഇന്നും യുദ്ധം ചെയ്യണ്ട. ഗോ വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പമായി കടന്നു ചെല്ല്, നീ ജയിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ അവിടുന്ന് ഓടിപ്പോണ്ടി വരും. അവിടെ നിന്ന് ഡിബേറ്റ് ചെയ്യുക പോത്തിഫറിന്റെ ഭാര്യയോട്. അങ്ങനൊന്നും അല്ല, ഇങ്ങനെയാണ്, എഫെസോസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തിയിൽ. അതൊന്നും പറയണ്ട, സ്ഥലം വിട്ടോണം, നിൽക്കാൻ പറ്റും, അവിടുന്ന് പൊക്കോണം. അവിടെ നിന്ന് സംസാരമൊന്നും വേണ്ട. ആമേൻ. യോബിനോട് ഭാര്യ വന്ന് പറഞ്ഞു, എങ്ങനെയും ദൈവത്തെ തള്ളിപ്പറ. യോബ് പറഞ്ഞത് നോ, അത് സംഭവിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഏത് കഷ്ടതയാലും ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അത് സമ്മതിക്കത്തില്ല. ആമേൻ. ഐ വിൽ നോട്ട് അഗ്രി, I will resist it. ഞാൻ അത് I will fight against it. Amen. Hallelujah. ദാനിയേൽ ഹല്ലേലൂയ ബാബിലോണിൽ ചെന്നപ്പോൾ പലവിധമായ ആഹാരം തന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അപ്പോൾ ദാനിയേൽ നേരത്തെ തന്റെ ഹൃദയത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇതിലൊന്നും ഞാൻ സഹകരിക്കത്തില്ല. നേരത്തെ തന്നെ ദാനിയേൽ ഡിസൈഡ് ചെയ്തു, ഞാൻ ഇതിലൊന്നും സഹകരിക്കത്തില്ല. ദൈവമക്കളെ, ഒരു കാരണവശാലും പിശാചിനോട് സഹകരിക്കുവാൻ പാടില്ല. ഡോണ്ട് കോംപ്രമൈസ്. ആമേൻ. യൂദാസ് ഇസ്കറിയോട്ട് തന്റെ കയ്യിൽ പണം വന്നിട്ടുണ്ടായിരുന്നു. ഈ പണം വന്നപ്പോൾ യൂദാസ് എന്താ ചെയ്തത്? അല്പസ്വല്പമൊക്കെയും താൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് പറ്റി? അവസാനമായി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിശാചിനോട്, ചെറിയ ചെറിയ റിലേഷൻഷിപ്പ്, അത് മതി. ചെറിയ കള്ളം, ചെറിയ തെറ്റ്, ചെറുതായിട്ട് ദേഷ്യപ്പെട്ടു, ചെറുതായിട്ട് ഒരു ബാഡ് വേർഡ് പറഞ്ഞു, ചെറുതായിട്ട് കോപിച്ചു, ചെറുതായിട്ട് നോ, ചെറുത് മതി വലിയ പാപത്തിലേക്ക് നമ്മൾ നയിക്കുവാൻ. ദൈവമക്കളിന്റെ വാക്കുകളോട് നിർത്തട്ടെ. ആമേൻ. ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ 3 ഐഡന്റിറ്റിയാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അദ്ദേഹം എപ്പോഴും യുദ്ധകളത്തിലായിരിക്കും. നീ രാജാവായിക്കോട്ടെ, റെവറൻഡ് ആയിക്കോട്ടെ, ആമേൻ, നീ ഹോളി സ്പിരിറ്റിൽ PhD എടുത്തിട്ടായിരിക്കും, എന്നാലും നീ യുദ്ധകളത്തിൽ യുദ്ധം ചെയ്തില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. 2, ഐ വിൽ സ്റ്റാൻഡ് ഫോം ഇൻ മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും ഞാൻ എന്റെ വിശ്വാസത്തിൽ വീണു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്ത് ചാലഞ്ച് വന്നാലും മൂന്നാമതായിട്ട് ഞാൻ പിശാചിനോട് ഞാൻ എതിർക്കും. ഓടിപ്പോകുമല്ല, എതിർക്കും. അവനെ ഞാൻ ഫൈറ്റ് ചെയ്യും. കാരണം എന്താണ്? അവസാനമായി ജയം എന്റേതാണ്. ഹല്ലേലൂയ. ദൈവം യുദ്ധം ചെയ്താൽ ജയം നമ്മുടേതാണ്. നമ്മൾ യുദ്ധം ചെയ്യേണ്ട, നിന്ന് കൊടുത്താൽ മതി. നമ്മളൊപ്പമായി ദൈവം യുദ്ധം ചെയ്യും. ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ജയം നമ്മുടേതാണ്. The victory is ours when the battle belongs to the Lord. The victory is ours when the battle belongs to the Lord. Let us live a life of an active Christian. ഒരു ദൈവ പൈതലായി നമുക്ക് ജീവിക്കാം, മുന്നേറാം. ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് രാത്രി കാലം എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. May God bless you. Over to Pastor.